അമ്പിയാക്കൾ ആരും സ്വതക്ക കഴിക്കൂല, ഒറ്റ നബിമാരും ഇല്ല. എല്ലാവരും ഹദിയ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ്. ബഹുമാനാർത്ഥം നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയാം. ആവശ്യം കണ്ടറിഞ്ഞോ അല്ലെങ്കിൽ ചോദിച്ചോ നൽകുന്നതാണ് സ്വതക്ക. സ്വതക്കൊക്കെ വേണമെങ്കിൽ ഹദിയാക്കാൻ പറ്റും. എങ്ങനെ? എനിക്ക് ഇതിന് നമ്മളെ വക എനിക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞതിന് വേറെ ഇതിന്റെ വക എനിക്ക് ഹദിയാണെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, വാങ്ങുന്നവന്റെ ബഹുമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല, അതാണ് നിബന്ധന. അതായത് ഒരു 100 റുപ്യ ഹദിയ കൊടുക്കുക, സ്റ്റേജിമ കയറ്റിയിട്ട് എന്നാ എനിക്ക് നമ്മളൊക്കെ 100 റുപ്യ ഹദിയ എന്ന് പറഞ്ഞാൽ ഹദിയാവൂല. എന്തേ? വാങ്ങണോന് പിന്നെ വല്ല അഭിമാനം ഉണ്ടാവും. 100 റുപ്യ സ്റ്റേജിമ, അതൊക്കെ നമ്മളെ പരിപാടി. 5 കിലോ വരി നിർത്തും, അങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ, ഇങ്ങോട്ട് തിരിച്ചൊരു ഫോട്ടോ. ചിലപ്പം വേണ്ടി വരും കേട്ടോ, അനിവാര്യതയെ ഞാൻ നിഷേധിക്കുന്നില്ല. അടുത്തെല്ലാം നടക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ വേണ്ടി വരും. അനിവാര്യതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളി, സംഗതി ഇതാണെന്ന് പറഞ്ഞേ ഉള്ളൂ. വേണ്ടാന്നീ പറഞ്ഞതിന് അർത്ഥമില്ല, അങ്ങനെ ചെയ്താലേ അടുത്തെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സംഭവം ഇതാണ്, പിന്നെ ഹദിയ, സ്വതക്കയും ഹദിയയും അവിടെയാണ് വേർതിരിയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അത് ചുറ്റി മടക്കിയിട്ട് ആരും കാണാതെ നമ്മളോ ഒരു ഹദിയാണ് അവിടെ വെച്ചാളി എന്ന് പറഞ്ഞാൽ, അതേ സമയത്ത് പരസ്യമായി കൊടുക്കേണ്ട ചില സാധനം ഉണ്ടാവും. +2 പരീക്ഷയിൽ ഫുള്ള് A+ കിട്ടി, 100 റുപ്യ ചുറ്റി മടക്കി നമ്മളോ ഹദിയ എന്ന് പറയാൻ പറ്റില്ല. അതെന്ത് വേണം? നല്ലൊരു സാധനമൊക്കെ ഉണ്ടാക്കി ഒരു കൂട്ടിലൊക്കെ ആക്കിയിട്ട് സ്റ്റേജിമൊക്കെ കയറ്റിയിട്ട് അത് അങ്ങനെ തന്നെ കൊടുക്കണം, എന്നാലേ ഹദിയാവുള്ളൂ. സമ്മാനം, അതാണ് ഹദിയ. അത് അങ്ങനെ തന്നെ കൊടുക്കണം. അത് സ്റ്റേജിമ കയറിയിട്ട് 4 ആളെ കാണിച്ചിട്ട് തന്നെ കൊടുക്കണം. അതേ സമയത്ത് ഒരു 500 റുപ്യ കൊടുക്കുന്നത് ഇങ്ങനെ 4 ആളെ കാണിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പൊ വാങ്ങുന്നവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഹദിയയായി, വാങ്ങുന്നവന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വതക്കയാവും. അതാണ് വ്യത്യാസം. ഇപ്പൊ രണ്ടും ആക്കാൻ പറ്റും. കൊടുക്കുമ്പോ അവനാ ഒന്ന് ചെറിയൊരു ശ്രദ്ധ വെച്ചാല് സ്വതക്കയേക്കാൾ എത്രയോ കൂലിയുള്ളതാണ് ഹദിയക്ക്. ഇനി ഹദിയേക്കാൾ കൂലിയുള്ള വേറെ സാധനം ഉണ്ട് കേട്ടോ. ഇന്നാളൊരാൾ ചോദിച്ചു എന്നോട്, ഹദിയേക്കാൾ കൂലിയുള്ള ഉണ്ടോന്നുണ്ട്. ഹദിയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കണേന്. എന്താ കാരണം? കടം എന്നത് അഭിമാനമുള്ള മനുഷ്യനുള്ള സഹായമാണ്. അഭിമാനമില്ലാത്ത ആളെന്താ ചോദിക്കുക? 1000 റുപ്യ തരുമോ എന്നാ ചോദിക്കുക. അഭിമാനമുള്ള ആളെന്താ ചോദിക്കുക? 1000 റുപ്യ കടം തരുമോ, ഞാൻ നാളെ തരാമെന്നാണ്. അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. ഇനി കടം കൊടുക്കണേനേക്കാൾ കൂലിയുള്ള വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. കടം കൊടുത്തത് തിരിച്ചു തരാൻ കഴിയാത്തൊരു സാഹചര്യം അയാൾക്ക് വന്നാൽ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതിന് ഇതിനേക്കാൾ വലിയ കൂലിയാണ്. അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കും? മാശ്രയെ കണ്ട് വരട്ടെ, അവിടുന്ന് വാങ്ങാന്ന് വിചാരിക്കും. അവിടെ എന്താ വല്ല സ്ഥലക്കച്ചവടം എന്തോ ഉണ്ടല്ലോ മാശ്രയിൽ, അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തുകൊണ്ട് ആ കൂലിയേറ്റാണ് പോവുകയാണെങ്കിൽ സ്വർഗത്തേക്കാണ് പോവാം. എന്നിട്ട് അത് അവിടുന്ന് വാങ്ങാൻ നടക്കുക. തരക്കടില്ല, ഓൻ തരാൻ ഉണ്ടായിട്ട് തരാവുകയാണെങ്കിൽ. അങ്ങനെയൊന്നുമല്ലല്ലോ സംഭവം ഉണ്ടാകുക. അധികം പൊളിഞ്ഞു പോകുന്നത് ഈ കാരം. തരാൻ കഴിയൂല, ഒരു നിലക്കും കഴിയൂല എന്ന് ബോധ്യപ്പെട്ടാൽ അതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തുകൊണ്ട് ആ കൂലി പടച്ചോണ്ടിരുന്ന് വാങ്ങിക്കൂടെ നമുക്ക്. അപ്പം ഹദിയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കണേന്. കടം കൊടുക്കണേനേക്കാൾ കൂലി കിട്ടും അത് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേന്. അങ്ങനെയാണ് സംഗതി. ഈ ഫർദിനേക്കാൾ കൂലിയുള്ള ഒരുപാട് സുന്നത്തുണ്ട്. സക്കാത്തിനേക്കാൾ കൂലിയുള്ളതാണ് ഈ പറഞ്ഞ സാധനം. അതേ സമയത്ത് സക്കാത്ത് ഫർദാണ്, ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ഹറാമാവും. ഹദിയ കൊടുത്തില്ലെങ്കിൽ ഹറാമാവില്ല, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഹറാമാവും. അതേ സമയത്ത് ഫളായിൽ കൂട്ടി നോക്കിയാലോ സക്കാത്തിനേക്കാൾ ഫളായിലുണ്ട് ഹദിയ കൊടുക്കണേന്. അങ്ങനെയാണ്. സലാം മടക്കൽ നിർബന്ധമാണ്, സലാം പറയൽ സുന്നത്താണ്. നിർബന്ധത്തെക്കാൾ കൂലിയുണ്ട് അവിടുത്തെ സുന്നത്തായ പറയലിന്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഹദിയയാണല്ലോ. അതായത് വെറുതെ കൊടുക്കുന്ന മുതൽ കുറെ ഉണ്ട്. ഓരോന്നിനും ഓരോ ഹിക്മത്താണ്. സ്വതക്ക, ഹിബത്ത്, ഹദിയ, ആരിയത്ത്, ഖറള്, ഇനി വേറെ ഉണ്ട് ഇർസ്, ഗനീമത്ത്, ഫൈഅ്, ഇങ്ങനെ കുറേ സാധനം ഉണ്ട് വെറുതെ കിട്ടണ മുതല്. ഇതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത്. ഇതിൽ തീരെ ബറക്കത്തില്ലാത്ത മുതൽ സക്കാത്താണ്. ആ സമയത്ത് നിർബന്ധമാണ് കൊടുക്കല്. നിർബന്ധമായ ദാനമാണ്. കൊടുക്കല നിർബന്ധമാണ്, വാങ്ങലല്ല നിർബന്ധം. ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പം തോന്നലുണ്ട്, വാങ്ങൽ നിർബന്ധമല്ല. സക്കാത്ത് കിട്ടണേ എന്നല്ല ആഗ്രഹിക്കേണ്ടത്, പടച്ചോനെ സക്കാത്ത് വാങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുതേ എന്നാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം
ബറക്കത്തുള്ള മുതലല്ല. അതുകൊണ്ടാണ് സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ലാതായത്. ബറക്കത്തുള്ള മുതലാണെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കാൻ പറയും? തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയല്ലോ. ബറക്കത്തില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇതിന്റെ നേരെ മേലെ നിൽക്കുന്ന സാധനമാണ് സ്വതക്ക എന്ന് പറയുന്നത്. സക്കാത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടു മേലെ സ്വതക്കയാണ്. ആവശ്യം കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യം അവതരിപ്പിച്ചതിനാൽ ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാം. അതിന്റെ മേലെയാണ് ഹിബത്ത്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന. സംഭാവന എന്ന് പറഞ്ഞാൽ നല്ല വിചാരത്തോടെ കൊടുക്കുന്നത്. സംഭാവന, പള്ളിക്ക് സംഭാവന, മദ്രസ എന്ന നല്ല വിചാരം, ആഖിറത്തിൽ കിട്ടണമെന്ന വിചാരം, അതാണ് നല്ല വിചാരം. സംഭാവന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കുന്നതാണ് ഹിബത്ത് എന്ന് പറഞ്ഞ സാധനം. മക്കൾ ഹിബത്താണ്. മക്കൾ സക്കാത്തല്ല, മക്കൾ സ്വതക്കയല്ല, മക്കൾ ഹദിയയുമല്ല. മക്കൾ ഏതാണ്? ഹിബത്താണ്. നല്ല വിചാരത്തോടുകൂടെ നൽകുന്നതാണ്. എവിടെയുണ്ട്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. സംഭാവന എന്ന് പറഞ്ഞാല് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക. പള്ളിയുടെ മൂത്രപ്പര പൊളിച്ചു പണിയെടുക്കുകയാണ്. അപ്പൊ ഒരു ആചാര്യടുത്ത് നമ്മള് പിരിവിന് ചെന്നു. പള്ളിന്റെ മൂത്രപ്പര പൊളിച്ചു നേരാക്കുകയാണ്. അയാള് പറഞ്ഞു, ഒരു 50 ലക്ഷം ഉറുപ്പ്യന്റെ വകൻ തരാന്ന് പറഞ്ഞാല് എന്തേ ഇപ്പൊ പറ്റിയത് തോന്നൂലേ? നമുക്ക് തോന്നൂലേ? പള്ളിയുടെ അതേ സമയത്ത് പള്ളി പൊളിച്ച് പണിയെടുക്കുകയാണ്. അപ്പൊ ഒരു 50 ലക്ഷം ഉറുപ്പ്യ ഞാൻ തരാന്ന് പറഞ്ഞാൽ മനസ്സിലായി സംഗതി വാണിച്ചിട്ട് തന്നെയാണ്. ഇതെന്താ സംഭവം എന്നറിയങ്ങള്? എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക. ഇതെവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ? മക്കളെ പറഞ്ഞിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാണ് കിട്ടുക? മക്കൾ സംഭാവനയാണ്, ഭാര്യയും സംഭാവനയാണ്, അപ്പൊ ഭർത്താവും സംഭാവനയാണ്. അതെന്താ വെച്ചാല് ഈ അറബി പ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അറബി പ്രയോഗത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയേണ്ട സ്ഥലത്ത് പുരുഷനെ മുന്തിച്ചാണ് പറയാ. അത് അറബി പ്രയോഗത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ പല സ്ഥലത്തും ആണിനെ പറഞ്ഞോടത്ത് പെണ്ണുണ്ടാവും. നാളിപ്പോ ഞാനൊരു നിക്കാഹിന് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ റഹിമല്ലാഹു മൻ ഗസല വഗ്തസല, കുളിച്ചവനും കുളിപ്പിക്കുന്നവനും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാല് ജിമാ ചെയ്തവന് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോകുമ്പോ ഒരാൾ ഒപ്പം കൂടിയിട്ട് ചോദിച്ചു, ജിമായി ചെയ്തോൾക്കോന്ന് ചോദിച്ചു. അത് അറബി പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആണും പെണ്ണുള്ളടത്തും ആണിനെ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് പെണ്ണിനും കിട്ടും, അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നതുപോലെയാണ് ഈ പ്രയോഗം. അപ്പൊ ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവ ഹിബത്താണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാ കിട്ടുക. ബാത്റൂമിനാണോ അതിനനുസരിച്ച് കിട്ടും, പള്ളിക്കാണോ അതിനനുസരിച്ച് കിട്ടും.